നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബദിയടുക്ക മാവനക്കട്ടയിലുണ്ടായ കാർ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മാവനക്കട്ട പള്ളിക്ക് സമീപത്തെ അബ്ദുള്ളയുടെ മകൻ കലന്തർ ഷമ്മാസാണ് മരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. ആശുപത്രികളിൽ നികത്താനാകാതെ കിടക്കുന്നത് 78ഓളം ഡോക്ടർമാരുടെ ഒഴിവുകൾ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ നടന്നു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരില്ലാത്തത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന 3ാം സമ്പൂർണ്ണ സഹകരണ ഭേദഗതി നിയമത്തിൽ ജീവനക്കാരെ ബാധിക്കുന്ന ദോഷകരമായ വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാർ പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി കെ ശശി. വാർത്തകൾ വിശദമായി. ബദിയടുക്ക മാവനക്കട്ടയിലുണ്ടായ കാർ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മാവനക്കട്ട പള്ളിക്ക് സമീപത്തെ അബ്ദുള്ളയുടെ മകൻ കലന്തർ ഷമ്മാസാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ മൊയ്തീൻ സർവാസ് സാരമായ പരിക്കേറ്റ നിലയിൽ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബദിയടുക്ക മാവനക്കട്ടയിൽ വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. ബദിയടുക്കയിലെ ബേക്കറി ഷോപ്പിലെ ജീവനക്കാരനായ കലന്തർ ഷമ്മാസും സഹോദരൻ മൊയ്തീൻ സർവാസും കാറിൽ മാവനക്കട്ടയിലെ ബന്ധുവീട്ടിലേക്ക് പോയി വരികയായിരുന്നു. യാത്രക്കിടയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വൈദ്യുത തൂണിലിടിച്ച് മറിഞ്ഞ് അപകടം സംഭവിക്കുകയായിരുന്നു. കാറിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ ഷമ്മാസിന് ഗുരുതരമായി പരിക്കേറ്റു. ഇതിനിടെ വൈദ്യുത തൂണിൽ നിന്നും വൈദ്യുതാഘാതമേൽക്കുകയും ചെയ്തുവെന്നാണ് വിവരം. ഉടൻ തന്നെ ചെങ്കള EK നായനാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സഹോദരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മൊയ്തീൻ സർവാസിനും വൈദ്യുതാഘാതമേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സർവാസ് മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുള്ളേരിയ ഭാഗത്ത് നിന്ന് ഈ മരിച്ച ജാസ്മിനെ ഓട്ടി കൊണ്ടുവന്ന കാറ് മാവനക്കട്ട സ്ഥലത്തെത്തുമ്പോൾ നല്ല മഴയായിരുന്നു. പെട്ടെന്ന് വണ്ടി സ്കിഡായിട്ട് HT ലൈനുണ്ട്, പുതിയ ആ ലൈനിലേക്ക് ഇടിക്കും. HT ലൈന് ഇടിൻ്റെ ആഘാതത്തിൽ മേലിൽ കട്ടായിട്ട് പിന്നെ HT ലൈനിൻ്റെ കമ്പിക്ക് തട്ടിയിട്ട് താഴെ ഷോക്കടിച്ച് കാറ് മറിഞ്ഞ സ്ഥലത്ത് വെള്ളം ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് ഈ അനുജൻ ഇറങ്ങി ജ്യേഷ്ഠനെ എടുക്കാൻ പോകുമ്പോൾ ആണ് ഈ അനുജന് ഷോക്കേറ്റത്. അപ്പോഴാണ് പബ്ലിക്കിന് അവിടെ കൂടിയ ആൾക്ക് മനസ്സിലായി ഷോക്കുണ്ട്. ഷമ്മാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. അപകടം സംബന്ധിച്ച് ബദിയടുക്ക പോലീസ് കേസെടുത്തു. മാവനക്കട്ട വെള്ളിപ്പാടിയിലെ KM അബ്ദുള്ളയുടെയും B ഫാത്തിമയുടെയും മകനായ കലന്തർ ഷമ്മാസ് പൊതുരംഗത്തുൾപ്പെടെ സജീവമായിരുന്നു. SSF മാവനക്കട്ട യൂണിറ്റ് ഭാരവാഹിയാണ്. സാബിർ, സഹദ്, സുഹേൽ, ഷബാന എന്നിവർ മറ്റ് സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ആശുപത്രികളിൽ നികത്താതെ കിടക്കുന്നത് 78ഓളം ഡോക്ടർമാരുടെ ഒഴിവുകൾ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് കാരണം ആശുപത്രികളുടെ പ്രവർത്തനം തന്നെ താളം തെറ്റുന്ന അവസ്ഥയാണ്. കാസർഗോഡ് ജില്ലയിൽ വലിയ രീതിയിലാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആശുപത്രികൾ പനിബാധിതരെ കൊണ്ട് നിറയുമ്പോൾ നികത്താതെ കിടക്കുന്നത് ഡോക്ടർമാരുടെ നിരവധി ഒഴിവുകളാണ്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും RMOമാരും അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർമാരുമില്ല. ജില്ലയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും മെഡിക്കൽ ഓഫീസർമാരുടെ ഒഴിവുകൾ നികത്താനുണ്ട്. ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലായി 323 ഡോക്ടർമാരാണ് വേണ്ടത്. 78ഓളം ഡോക്ടർമാരുടെ ഒഴിവുകൾ നിലവിലുണ്ട്. ഇവിടങ്ങളിലെല്ലാം രോഗികളുടെ നീണ്ട നിരയാണുള്ളത്. പനി വ്യാപകമായതോടെയാണ് രോഗികളുടെ നിരക്ക് കൂടിയത്. ഡോക്ടർമാരുടെ കുറവ് കാരണം രോഗികളെ പരിശോധിക്കാൻ നിലവിലെ ഡോക്ടർമാർക്ക് സമയം കിട്ടുന്നുമില്ല. ഒരു മെഡിക്കൽ ഓഫീസർക്ക് ഒന്നിലേറെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ചുമതല നൽകിയതിനാൽ ജോലിഭാരവും കൂടുന്നു. 16 ഡോക്ടർമാരെയാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് സ്ഥലം മാറ്റിയത്. വിരമിച്ച 7 ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് നിയമനവും നടന്നിട്ടില്ല. സ്പെഷ്യാലിറ്റിയിൽ 22, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ 5, സിവിൽ സർജൻ വിഭാഗത്തിൽ 4, അസിസ്റ്റന്റ് സർജൻ വിഭാഗത്തിൽ 32, അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർമാരുടെ 10, RMO 2, ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ 3 ഒഴിവുകളാണുള്ളത്. കൂടുതൽ ഡോക്ടർമാരുടെ സേവനമുണ്ടായാൽ രോഗികളുടെ നിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.
ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് കാരണം ആശുപത്രികളുടെ പ്രവർത്തനം തന്നെ താളം തെറ്റുന്ന അവസ്ഥയിൽ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ നടന്നു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. രാവിലെ പതാക ഉയർത്തലോടെയാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാസർഗോഡ് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ തുടക്കമായത്. പൊതുസമ്മേളനം മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. കുറച്ചുകൂടി ഇങ്ങോട്ട് കടക്കുമ്പോൾ പോലീസ് സംവിധാനം ഇപ്പോൾ കേരളത്തിൽ മാത്രം പരിശോധിക്കുമ്പോൾ പടിപടിയായി പോലീസ് സേനയെ പരിഷ്കരിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കേരളം ഒരു കാലത്ത് രാജഭരണത്തിൻ്റെ കാലത്തിലാണല്ലോ. ആ രാജഭരണകാലത്ത് സർസിപ്പിയുടെ പോലീസ് എങ്ങനെയായിരുന്നു എന്ന് സംബന്ധിച്ച് ചരിത്രം പരിശോധിച്ച എല്ലാവർക്കും മനസ്സിലാവും. അന്നത്തെ പോലീസ് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ അന്നത്തെ പോലീസ് സംവിധാനം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ നോക്കിക്കണ്ടത് എന്ന് ആ രാജഭരണകാലത്തെ പോലീസ് സംവിധാനത്തെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നീട് ഇങ്ങോട്ട് പിന്നീട് നമ്മൾ രാജഭരണകാലമൊക്കെ അവസാനിച്ചു. 57-ൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതിനുശേഷം നമ്മൾ പടിപടിയായി പോലീസ് സംവിധാനത്തെ, പോലീസ് സേനയെ പരിഷ്കരിച്ച് വരികയാണ്. സംഘാടക സമിതി ചെയർമാൻ P. നാരായണൻ അധ്യക്ഷത വഹിച്ചു. KPOA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PP മഹേഷ്, EV പ്രദീപൻ, V. ഉണ്ണികൃഷ്ണൻ, ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T. ഉത്തംദാസ്, KPA ജില്ലാ സെക്രട്ടറി AP സുരേഷ് മുരിക്കോളി, സ്വാഗത സംഘം കൺവീനർ MV പ്രകാശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പോലീസ് മേധാവി P. ബിജോയ് ഉദ്ഘാടനം ചെയ്തു. KPOA ജില്ലാ പ്രസിഡന്റ് അജിത് കുമാർ P. അധ്യക്ഷത വഹിച്ചു. KPV രാജീവൻ, രമേശൻ വെള്ളാറ, M. സുനിൽകുമാർ, സിബി തോമസ്, M. സദാശിവൻ, രാജ്കുമാർ B, CR ബിജു, P. രവീന്ദ്രൻ, സുഭാഷ് ചന്ദ്രൻ VT, മഹേന്ദ്രൻ M, രതീശൻ KK, K. അജിത എന്നിവർ സംസാരിച്ചു. KPOA ജില്ലാ സെക്രട്ടറി P. രവീന്ദ്രൻ സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജിത K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുതലാളിത്തത്തെ ആശ്രയിച്ച രാഷ്ട്രങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മുതലാളിത്തം അല്ലെങ്കിൽ ഭീകരത കയ്യേറിയിരിക്കുകയാണ്. മുതലാളിത്ത രാജ്യങ്ങളുടെ അവസ്ഥയെ നമുക്കറിയാം. അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറിയിരിക്കുന്നു. പക്ഷെ ഇന്ന് ഭാരതത്തിന് അങ്ങനെയുള്ള യാതൊരുവിധ അപചയവുമില്ല. ഭാരതം മുന്നേറുകയാണ്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നേറുക എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സഹകരണ മേഖലയുടെ സംഭാവന, സഹകരണ മേഖലയുടെ മാത്രമേ ഭാരതത്തിന്, കേരളത്തിന് മുന്നേറാൻ സാധിക്കൂ. അതിന് നിങ്ങളെ ഞാൻ പ്രശംസിക്കുകയാണ്. ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് AC അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. NA നെല്ലിക്കുന്ന് MLA, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ലസിത, ജില്ലാ സംഘചാലക് K. പ്രഭാകരൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ A. രവീന്ദ്ര, BJP ജില്ലാ പ്രസിഡന്റ് രവീശതന്ത്രി കുണ്ടാർ, കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് K. നീലകണ്ഠൻ, കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് SJ പ്രസാദ്, മുനിസിപ്പൽ കൗൺസിലർ ശ്രീലത M, സഹകാർ ഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഐത്തപ്പ മൗവാർ, ടൗൺ ബാങ്ക് എംപ്ലോയീസ് സംഘ് പ്രസിഡന്റ് P. മുരളീധരൻ എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ മാധവ ഹേരള സ്വാഗതവും CEO RV സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരില്ലാത്തത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു. ഓഫീസിലെത്തുന്നവർക്ക് ആവശ്യങ്ങൾ നടക്കാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരില്ലാത്തത് ജനങ്ങൾക്ക് ദുരിതമാവുന്നു. ഓഫീസിലെത്തുന്നവർക്ക് ആവശ്യങ്ങൾ നടക്കാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണുള്ളത്. നികുതിയടക്കാൻ പോയവരെ ഇന്റർനെറ്റ് ഇല്ലാത്തതിനാൽ തിരിച്ചയക്കുന്നതായി ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. നികുതിദായകർക്ക് കൃത്യസമയത്ത് നികുതി അടക്കാൻ കഴിയുന്നില്ലെന്നും പിഴ അടക്കേണ്ടി വരുന്നതായും പരാതിയിലുണ്ട്.
ദൂരദേശങ്ങളിൽ നിന്ന് നികുതിയടക്കാനെത്തുന്നവർക്ക് പോലും വെറും കൈയോടെ മടങ്ങേണ്ടി വരുന്നു. തങ്ങൾക്ക് ലഭ്യമാകേണ്ട എല്ലാ സൗകര്യങ്ങളും ജീവനക്കാരുടെ അഭാവം മൂലം വൈകുന്നത് ഗ്രാമവാസികളെ ആശങ്കയിലാഴ്ത്തുന്നു. വിഷയത്തിൽ ഇടപെടേണ്ട ജനപ്രതിനിധികൾ മൗനം പാലിക്കുന്നതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന 3ാം സമ്പൂർണ്ണ സഹകരണ ഭേദഗതി നിയമത്തിൽ ജീവനക്കാരെ ബാധിക്കുന്ന ദോഷകരമായ വ്യവസ്ഥകളെ സംസ്ഥാന സർക്കാർ പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി കെ ശശി ആവശ്യപ്പെട്ടു. KCEF തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയ്ക്കെതിരെ കടന്നാക്രമണങ്ങൾ കൂടിവരുന്ന വേളയിൽ ജീവനക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കുക മാത്രമാണ് പോംവഴിയെന്ന് കെ ശശി പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുന്ന പോലെ ജനനം മുതൽ മരണം വരെ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടും ഉള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ 3ാം സഹകരണ നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ട് തൃക്കരിപ്പൂർ വലിയപറമ്പ് പഞ്ചായത്തുകളിലെ 11 പരം സഹകരണ സംഘത്തിലെ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. സഹകരണ ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ KCEF ജില്ലാ സെക്രട്ടറി CE ജയൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ഹൊസ്ദുർഗ് താലൂക്കിൽ സംഘടനയിൽ നേതൃത്വം വഹിച്ച തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്കിൽ നിന്നും 32 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച K പത്മനാഭന് സംസ്ഥാന സെക്രട്ടറി K ശശി ഉപഹാരം നൽകി. യൂണിറ്റ് സെക്രട്ടറി PP കുഞ്ഞികൃഷ്ണൻ, ട്രഷറർ V ജയരാജൻ, KCEF സംസ്ഥാന നിർവാഹക സമിതി അംഗം M പുരുഷോത്തമൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗം KM ഉണ്ണികൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KP ജയദേവൻ, ട്രഷറർ K സുജിത്, ഹൊസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് OV രതീഷ്, AK ശശാങ്കൻ, P വേണുഗോപാലൻ, K ഇന്ദിര, T സുരേഷൻ, O സുജാത, ഷാജി തൈക്കീൽ, C സേതുമാധവൻ, AK ഹാഷിം, ശരണ്യ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുമ്പള ഹോളി ഫാമിലി സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചക്ക വിഭവോത്സവം സംഘടിപ്പിച്ചു. ഡോക്ടർ സഅദി ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചക്കയുടെ വൈവിധ്യം കുട്ടികളിൽ എത്തിക്കുവാനും നാടൻ വിഭവങ്ങളുടെ പ്രാധാന്യം അറിയിക്കാനുമായി സംഘടിപ്പിച്ച ചക്ക വിഭവോത്സവം ശ്രദ്ധേയമായി. കുമ്പള ഹോളി ഫാമിലി സ്കൂളിൽ നടന്ന പരിപാടി ഡോക്ടർ സഅദി ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സുനിത അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് കൺവീനർ ജയൻ പരിപാടിക്ക് നേതൃത്വം നൽകി. ലിഡിയ ടീച്ചർ നന്ദി പറഞ്ഞു. പരിപാടിയിൽ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 45 മുതൽ 50ഓളം വിഭവങ്ങൾ ഓരോ കുട്ടികളും പരിചയപ്പെടുത്തി. മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനവും നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചന്ദ്രാവതിക്ക് പുതിയ ഹോട്ടൽ തുറന്നു നൽകി. മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ ഉദ്ഘാടനം ചെയ്തു. ഉപജീവനം തടസ്സപ്പെട്ട ഹൊസങ്കടി യൂണിറ്റ് അംഗം ചന്ദ്രാവതിക്ക് കാസർഗോഡ് ജില്ലാ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അംഗങ്ങൾ പുതിയ ഹോട്ടൽ തുറന്നു നൽകി. മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ ഉദ്ഘാടനവും ധനസഹായ വിതരണവും നടത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഹമ്മദ് ഖസാലി, റഫീഖ് ബെയ്ത്താൻ, പ്രകാശൻ പരിപ്പുവട, അബ്ദുള്ള താജ്, ഷംസുദ്ദീൻ, പുരുഷോത്തമൻ, ശ്രീധരൻ, ത്രിഭുവൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ബിജു ചുള്ളിക്കര സ്വാഗതവും ട്രഷറർ രഘുവീർ പൈ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭവന നിർമ്മാണത്തിൽ ജില്ലയിൽ തന്നെ ഒന്നാമതെത്തി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. ഒരു സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ വീടുകൾ പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തായാണ് തൃക്കരിപ്പൂരിന്റെ നേട്ടം. 2023-24 വർഷത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ 21 വാർഡുകളിലായി 60 വീടുകളാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറിയത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരീക്ഷണവും പിന്തുണയും നിർവഹണ ഉദ്യോഗസ്ഥയുടെ ഇടപെടലുകളും കരാറിൽ ഏർപ്പെട്ടവർക്ക് വേഗത്തിൽ ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ കാരണമായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പറഞ്ഞു. ചടങ്ങിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ താക്കോൽ കൈമാറി. നമുക്കറിയാം പണ്ടുപോലെ ജനകീയാസൂത്രണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആസൂത്രണ ഗ്രാമസഭയിൽ നമ്മളൊക്കെ പങ്കെടുക്കും, എല്ലാവരും ഓരോ പദ്ധതി പറയും. പക്ഷേ നിർവഹണ ഘട്ടത്തിൽ എത്തുമ്പോൾ മാസം 30 സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരവസ്ഥ. പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. ഗുണഭോക്താക്കൾക്ക് നൽകാനുള്ള സമ്മാനം സിയ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഷുക്കൂർ VEO രജിഷ കൃഷ്ണന് കൈമാറി.
ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസുദ്ദീൻ IT, AK ഹാഷിം, M സൗദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS നജീബ്, VPP ഷുഹൈബ്, ദാരിദ്ര്യ ലഘൂകരണ വർക്കിംഗ് ഗ്രൂപ്പ് അധ്യക്ഷ M ഷൈമ, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, KV കാർത്യായനി, E ശശിധരൻ, പഞ്ചായത്ത് സെക്രട്ടറി P അരവിന്ദൻ, നവകേരളം RPPV ദേവരാജൻ, VEO രജിഷ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ 1ഉം 2ഉം സീസണുകളിൽ വിറ്റഴിക്കപ്പെട്ട ടിക്കറ്റുകളിൽ ഭൂരിഭാഗവും വ്യാജ ടിക്കറ്റുകളാണെന്ന് DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാക്കണമെന്നും BP പ്രദീപ് കുമാർ കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ 2ാം പതിപ്പിലുണ്ടായ നഷ്ടം നികത്താൻ BRDCയുടെ തനത് ഫണ്ടിൽ നിന്നും 50 ലക്ഷം അനുവദിച്ചത് വൻ അഴിമതിയാണെന്നും ഇതിന് നേതൃത്വം നൽകിയത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നും DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്നും ആ പരാതി കാസർഗോഡ് വിജിലൻസ് യൂണിറ്റിലേക്ക് എത്തുകയും അവർ തന്നെ വിളിപ്പിക്കുകയും പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചോദിച്ചറിയുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നാളിതുവരെയായും അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നും ഗവൺമെന്റ് ഈ ആവശ്യം പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്നും BP പ്രദീപ് കുമാർ ആരോപിച്ചു. ചീഫ് സെക്രട്ടറി ആ ചെക്കിൽ ഒപ്പുവെച്ച് അത് ടൂറിസം സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് 50 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് BRDCയുടെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൈപ്പറ്റും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 50 ലക്ഷം ഇത് തികച്ചും തെറ്റായ രീതിയിലാണ് കൊടുക്കുന്നത്. ഒരു തരത്തിലും ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇത് കൊടുക്കുന്നത്. BRDCയുടെ ഓൺ ഫണ്ട് എന്ന നിലയിൽ ഈ ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നടത്തിപ്പ് അതിൻ്റെ സംഘാടക സമിതിക്കായിരുന്നു അതിൻ്റെ ചുമതല. ആ ഫെസ്റ്റിവൽ നടത്തുന്നതിന് സർക്കാർ നേരത്തെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് 10 ലക്ഷം രൂപ നൽകിയിരുന്നു. അതുകൂടാതെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ആവശ്യമായ ഫണ്ട് കൊടുക്കാൻ സർക്കാർ കൃത്യമായ നിർദ്ദേശം അവർ നൽകിയിരുന്നു. എന്നിട്ടും ഇതൊന്നും പോരാത്തിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ധൂർത്തും അഴിമതിയും നടത്തി ആ 2 ഫെസ്റ്റിവലും സാമ്പത്തികമായി വലിയ നഷ്ടത്തിലേക്ക് എത്തിച്ച ആളുകൾക്ക് അതിൻ്റെ കടം നികത്താൻ എന്ന് പറഞ്ഞ് സർക്കാർ ഫണ്ട്, അതായത് BRDCയുടെ സ്വന്തം ഫണ്ട് 50 ലക്ഷം കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തിന് പിന്നിലും കൃത്യമായി ടൂറിസം മന്ത്രി റിയാസിൻ്റെ കൈയുണ്ട്. അതുപോലെ തന്നെ അതിൽ സമ്മർദ്ദം ചെലുത്തിയത് ഈ പറയുന്ന പുതുമ MLA ആണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇവർ രണ്ടുപേരും കൃത്യമായി ഇടപെട്ടിട്ടാണ് ഈ 50 ലക്ഷം രൂപ ഇപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. UDFൻ്റെ MLA മാർ മുഖേന നിയമസഭയ്ക്കകത്തും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമല്ലാത്ത മറുപടിയാണ് സർക്കാർ പറയുകയുണ്ടായത്. ഇപ്പോൾ 2ാമത്തെ ഫെസ്റ്റിവലും കഴിഞ്ഞു. 2ാമത്തേതിലും 1ാമത്തേതിനേക്കാൾ പൂർവാധികമായി അഴിമതി നടത്തിയതായി, കൂടുതൽ പണം പിരിക്കുകയും കണക്കുകൾ പോലും അവതരിപ്പിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. 1ാം പതിപ്പിനേക്കാൾ വലിയ അഴിമതിയാണ് 2ാം പതിപ്പിലും നടന്നിട്ടുള്ളത് എന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഇന്നിപ്പോൾ ഈ ഒരു പത്രസമ്മേളനത്തിൽ ഞങ്ങൾ വിളിക്കാനുണ്ടായ സാഹചര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഞങ്ങൾക്ക് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയേണ്ടി വന്നത്. കാരണം 1ഉം 2ഉം പതിപ്പുകളിലായി ഒറിജിനൽ ടിക്കറ്റ് വിറ്റഴിച്ചതിനേക്കാൾ കൂടുതലായി വ്യാജ ടിക്കറ്റുകൾ, അതും സംഘാടക സമിതിയുടെ അറിവോടുകൂടി തന്നെ വ്യാജ ടിക്കറ്റുകൾ അടിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇത് പറയേണ്ടി വന്നത്. കാരണം ഒറിജിനൽ ടിക്കറ്റ് അടിച്ച ആളുകൾ തന്നെ വ്യാജ ടിക്കറ്റുകളും ഏതാണ്ട് 4.5 ലക്ഷത്തോളം ടിക്കറ്റുകൾ 1ഉം 2ഉം പതിപ്പുകളിലായി 4.5 ലക്ഷത്തോളം ടിക്കറ്റുകൾ അടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരേ സമയം പ്രവേശന ടിക്കറ്റിന് അതേ രീതിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റും അച്ചടിച്ച് വിൽപ്പന നടത്തിയിരുന്നുവെന്നും ഇങ്ങനെ 4.5 ലക്ഷത്തോളം ടിക്കറ്റുകൾ വ്യാജമായി അച്ചടിച്ച് വിൽപ്പനയ്ക്ക് നൽകിയിരുന്നുവെന്നും പ്രദീപ് കുമാർ ആരോപിച്ചു. അടിയന്തരമായി ഈ കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ഉദുമ MLAയുടെയും BRDC MDയുടെയും ഉൾപ്പെടെയുള്ളവരുടെ ആസ്തിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ആവശ്യപ്പെട്ടു. താൻ നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഈ കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെടുമെന്നും BP പ്രദീപ് കുമാർ വ്യക്തമാക്കി. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ, സെക്രട്ടറി KV രതീഷ് കാട്ടുമാടം, നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷിബൻ ഉപ്പിലിക്കൈ, മണ്ഡലം പ്രസിഡന്റ് HR വിനീത് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് മേലാങ്കോട്ടെ AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു.
9ാമത് കാസർഗോഡ് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ് ഞാൻ കൂടി പറയുന്നത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. തീർത്തും യാദൃശ്ചികമാവാം, കുറച്ച് കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തെ ആദരിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് സിദ്ധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഇവിടെ കാഞ്ഞങ്ങാട് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെത്. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് വിവിധ തലമുറകളിൽപ്പെട്ട നിരവധി ആളുകളെ യോഗ പരിശീലിപ്പിച്ചെടുത്ത വ്യക്തിത്വമാണ്. ഇനിയുമേറെ ഈ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായ സേവനം ഈ നാട്, ഈ സമൂഹം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കഴിവിലുള്ള അർഹതകളുള്ള അംഗീകാരമായിട്ടാണ് നമ്മൾ ഈ ചടങ്ങിനെ വിലമതിക്കുന്നത്. വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. ആ ഒരു ഉജ്ജ്വലമായ ഇടപെടലുകൾക്കും അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നത്. ഓഗസ്റ്റ് 18, 19, 20 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ മുന്നോടിയായാണ് ജില്ലാടിസ്ഥാനത്തിൽ യോഗ ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത്. കൂടാതെ ഡാൻസ് ഇനങ്ങളായ ആർട്ടിസ്റ്റിക് സോളോ, ആർട്ടിസ്റ്റിക് പെയർ, റിഥമിക്, ഫ്രീ ഫ്ലോ എന്നീ ഡാൻസ് ഇനങ്ങളിലുമാണ് മത്സരം നടന്നത്. യോഗ ചികിത്സാ രംഗത്തും പരിശീലന രംഗത്തും 50 വർഷത്തിലേക്ക് കടക്കുന്ന കാഞ്ഞങ്ങാടിന്റെ നിറസാന്നിധ്യമായ പ്രശസ്ത യോഗാചാര്യൻ KN ശംഭു നമ്പൂതിരിയെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ, വൈസ് ചെയർമാൻമാരായ KV സുജാത, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, സംഘാടക സമിതി കൺവീനർ MV നാരായണൻ, യോഗ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിഹരൻ നമ്പ്യാർ, ജില്ലാ പ്രസിഡന്റ് PP സുകുമാരൻ, ജില്ലാ സെക്രട്ടറി B അശോകരാജ്, യോഗ അസോസിയേഷൻ ജില്ലാ ട്രഷറർ KV ഗണേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണി AV, KV കേളു തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി പഞ്ചായത്തിലെ പെരുത്തടയിൽ പുലി ഇറങ്ങിയതായി സംശയം. പ്രദേശത്തെ കുടുംബങ്ങൾ ഭീതിയിൽ. പനത്തടി ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ സ്ഥലത്തെത്തി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം വെളുപ്പിന് 3 മണിയോടുകൂടി പനത്തടി പെരുത്തടിയിലെ ദിലീപിന്റെ വീട്ടിലെ വളർത്തുനായയുടെ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത്. നായയെ പുലി പിടിച്ചതാവാമെന്നാണ് സംശയിക്കുന്നത്. വെളുപ്പങ്കൽ ഏകദേശം ഒരു 3-3:30 ഉള്ളിലാണ് ഈ പട്ടി കരയുന്ന ഒച്ച കേട്ടുകൊണ്ട് നമ്മൾ നോക്കുകയും പക്ഷേ ഇതിൻ്റെ കാൽപാദങ്ങൾ കാണുകയും ചെയ്തു. പട്ടിയെ കൊണ്ടുപോവുകയും പുലിയാണെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. അതിൻ്റെ കാൽപാദങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെയും ഇതിൽ തന്നെ വലിച്ചുകൊണ്ട് പട്ടിയെ കൊണ്ടുപോവുകയും ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ പോയി നോക്കുകയും അവിടെയൊന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ആ 1 കിലോമീറ്ററോളം ഇത് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ഫോറസ്റ്റിലെ ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇത് പനത്തടി സെക്ഷനും തൊട്ടപ്പുറം മരുന്നും സെക്ഷനുമാണ്. ഇവരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് സെക്ഷനാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നിപ്പം നമുക്കുള്ളത്. ഏത് സെക്ഷനിൽ വിളിച്ച് പറയണമെന്ന് പോലും അറിയാൻ മേലാത്തൊരു സാഹചര്യം അവിടെയുള്ളൂ. കാരണം മരുതോങ്കാരോട് പറയുമ്പോൾ മരുതോങ്കാർ പറയും അത് പനത്തടിക്കാരാണ്, പനത്തടിക്കാർ പറയുമ്പോൾ പറയും മരുതോങ്കാരാണ്. ആ നിലയാണ് ഇപ്പം നമുക്കുള്ളത്. കുരങ്ങ് കൊണ്ടുള്ള ശല്യം, പന്നികളെ കൊണ്ടുള്ള ശല്യം, ആനയെ കൊണ്ടുള്ള ശല്യം, ഇപ്പം പുലിയെ കൊണ്ടുള്ള ശല്യം. അപ്പം നമുക്ക് ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യമായിട്ടുള്ള ഇന്നത്തെ അവസ്ഥ. പുലി കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ രാവിലെ പട്ടിനെ നോക്കുമ്പോൾ പട്ടിനെ കാണാത്തതുകൊണ്ട് തപ്പി ഇറങ്ങിയപ്പോഴാണ് സംഭവം കണ്ടത്. കാൽപ്പാട് കണ്ടിട്ട് ഫോറസ്റ്റുകാരെ വിളിച്ചു, നാട്ടുകാരെല്ലാം അറിയിച്ചു. അങ്ങനെ അവർ വന്നിട്ട് പുലിയാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ തന്നെ അവർ വൈകുന്നേരം വന്ന് ക്യാമറയൊക്കെ വെച്ചു. അപ്പോൾ ഇന്നലെ വെച്ച ക്യാമറ ഇന്ന് രാവിലെ കൊണ്ടുപോയി അവർ. പിന്നെ ഇന്ന് കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ ദിവസം തന്നെ ചെമ്പംവയൽ പ്രദേശത്തും പുലി ഇറങ്ങിയതായി സംശയമുണ്ട്. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത അരവിന്ദ്, 12ാം വാർഡ് മെമ്പർ രാധാ സുകുമാരൻ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പനത്തടി വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പനത്തടി ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ സ്ഥലത്തെത്തി നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പെരുതടി, ചെമ്പംവയൽ ഭാഗത്താണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ക്യാമറ ട്രാപ്പ് പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ B സേസപ്പ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നും പുക ശ്വസിച്ച് സമീപത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി UDF. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു.
അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ വിഷപ്പുക ശ്വസിച്ച വിദ്യാർത്ഥികൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന സംഭവത്തിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി UDF. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണാസമരം സംഘടിപ്പിച്ചു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ധർണ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ വലിയൊരു ഗുരുതരമായ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കുട്ടികൾ 61ഓളം കുട്ടികൾ ഇങ്ങനെ അഡ്മിറ്റായി. അതിൽ 59ഓളം കുട്ടികൾ അപ്പോൾ തന്നെ 1 മണിക്കൂറിനകം ആസ്പത്രി വിട്ടു. 2 കുട്ടികൾ സ്വകാര്യ ആസ്പത്രിയിൽ പോയി. അവർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാണ്. ICUയിലുണ്ടായി എന്നാണ് ജാഫർ ഇവിടെ പ്രസംഗിച്ചത്. മാത്രവുമല്ല, ഓരോ കുട്ടിക്കും 1 ലക്ഷം ഉറുപ്പിക വീതം ബില്ലായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥൻ എന്നോട് ഒന്നുമായിട്ടില്ല എന്ന് പറയാൻ കാരണം ഒരു കുട്ടിയും മരിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഒരു കുട്ടിയും മരിക്കാത്തത് കൊണ്ട് ഒന്നുമായില്ല എന്നാണ്. അപ്പോൾ മരിക്കാത്തത് കൊണ്ട് അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. ആ രക്ഷിതാക്കളുടെ ഭാഗ്യമാണ്, ഈ നാടിൻ്റെ ഭാഗ്യമാണ്. ചെയർമാൻ അബ്ദുൾ റസാഖ് താലക്കണ്ടി അധ്യക്ഷത വഹിച്ചു. കൺവീനർ KP ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ബഷീർ വെള്ളിക്കോത്ത്, ഡോക്ടർ ഖാദർ മാങ്ങാട്, MP ജാഫർ, KK ബദ്രുദ്ദീൻ, CK റഹ്മത്തുള്ള, KK ജാഫർ, BP പ്രദീപ് കുമാർ, ബഷീർ ആറങ്ങാടി, M കുഞ്ഞികൃഷ്ണൻ, വിനോദ് ആവിക്കര തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബദിയടുക്ക മാവനക്കട്ടയിലുണ്ടായ കാർ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മാവനക്കട്ട പള്ളിക്ക് സമീപത്തെ അബ്ദുള്ളയുടെ മകൻ കലന്തർ ഷമ്മാസാണ് മരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. ആശുപത്രികളിൽ നികത്താനാകാതെ കിടക്കുന്നത് 78ഓളം ഡോക്ടർമാരുടെ ഒഴിവുകൾ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ നടന്നു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരില്ലാത്തത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന 3ാം സമ്പൂർണ്ണ സഹകരണ ഭേദഗതി നിയമത്തിൽ ജീവനക്കാരെ ബാധിക്കുന്ന ദോഷകരമായ വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാർ പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി K ശശി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.